വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിച്ചുകൊണ്ട് കർത്താവിന് ശുശ്രൂഷിക്കുവിനെന്ന്. ഈ തീഷ്ണതയിൽ മാന്യം കൂടാതെ എന്ന് പറയുമ്പോൾ ഈ നോയമ്പ് കാലഘട്ടങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ടത് നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിന്, നിൻ്റെ വിശുദ്ധിയുടെ ജീവിതത്തിനെല്ലാം തീഷ്ണത കുറഞ്ഞു പോയോ എന്നാണ്. എവിടെയൊക്കെയോ നമുക്ക് കുറവുകൾ പറ്റിയിട്ടുണ്ട്, തീഷ്ണത കുറഞ്ഞു പോയിട്ടുണ്ട്. അതിനെല്ലാം തിരിച്ചു പിടിക്കാനുള്ളൊരു കാലഘട്ടം കൂടിയാണ് നോമ്പിൻ്റെ ദിനങ്ങൾ. ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ചിന്തിക്കുമ്പോഴെല്ലാം ഒരു വൈദികൻ പങ്കുവച്ച സംഭവമാണ് ഓർമ്മയിൽ വരുന്നത്. അതിപ്രകാരമായിരുന്നു: അദ്ദേഹം ഒരു ജീസസ് യൂത്ത് ആയിരിക്കുന്ന കാലത്ത് തന്നെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം, മരിക്കണമെന്ന ചിന്തയോടുകൂടി നടന്നൊരു വ്യക്തിയാണ്. അങ്ങനെ +2 എല്ലാം കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് അസീസിയുടെ ഒരു പുസ്തകം വായിക്കാനിടയായി. നിക്കോസ് കസന്തസാക്കിസ് എഴുതിയ ഫ്രാൻസിസ് അസീസി എന്ന ബുക്ക്, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണത്. അത് വായിക്കാനിടയായപ്പോൾ വായിച്ചു കഴിഞ്ഞ ഉടനെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, എനിക്കൊരു പുരോഹിതനാകണം. വീട്ടുകാർ പറഞ്ഞു, വെയിറ്റ് ചെയ്യ്, നീ ഡിഗ്രി കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്ന്. എന്നാൽ അദ്ദേഹം അത് കൂട്ടാക്കിയില്ല. അപ്പൻ്റെ അമ്മയുടെയും ഇഷ്ടക്കുറവോടുകൂടി തന്നെ അദ്ദേഹം സെമിനാരിലേക്ക് പോയി. പഠിച്ചു. 13 വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു വൈദികനായി. ഏകദേശം 1-2 വർഷക്കാലം നല്ല തീക്ഷ്ണതയിൽ ആത്മാക്കൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ. പിന്നീട് എപ്പോഴും ഞാൻ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണതയെല്ലാം വളരെ കുറഞ്ഞു പോയതായിട്ട് എനിക്ക് തോന്നി. അന്ന് വളരെ മനസ്സിന് വിഷമത്തോടുകൂടി അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഏകദേശം ഒരു 3 വർഷത്തിന് ശേഷം അദ്ദേഹം വിളിക്കുകയുണ്ടായി. നല്ല തീക്ഷ്ണതയോടുകൂടി പറഞ്ഞു, ഞാനിപ്പോൾ ഒത്തിരി നേരം കുമ്പസാരക്കൂട്ടിലിരിക്കുന്നുണ്ട്, ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് അതിശയം തോന്നി, ഇത് എങ്ങനെ ഇത് വീണ്ടെടുത്തു എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു, അച്ഛാ എങ്ങനെയാണ് തീക്ഷ്ണത തിരിച്ചു വന്നത്? അദ്ദേഹം പറഞ്ഞു, ഒരിക്കലും ഇതെല്ലാം വിട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഒന്നിനോടും ഒരു താല്പര്യം തോന്നുന്നില്ല, ഒന്നിനും ഒരു ഉഷാർ തോന്നുന്നില്ല. സെമിനാരിലിരുന്നിട്ട് തോന്നുന്നില്ല, പള്ളിയിൽ പോയിരുന്നിട്ട് തോന്നുന്നില്ല, ചാപ്പലിൽ പോയിരുന്നിട്ടും ഒരു ഈശോയുടെ ഒരു അനുഭവം എനിക്ക് നഷ്ടപ്പെട്ടു കണക്ക് തോന്നുന്നു. എന്നാൽ 2 ദിവസം വീട്ടിൽ പോയി അമ്മയുടെ ഒപ്പം ഇരിക്കാമല്ലോ എന്ന് കരുതി വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് പഴയ ആ പുസ്തകം തപ്പിയെടുത്തു. പഴയ മരച്ചുവട്ടിൽ പോയിരുന്നു വായിച്ചു. ഒരു അനുഭവമില്ല. ഒന്നിനൊരു മറുപടി ഇല്ലാത്ത കണക്കിരിക്കുന്നൊരവസ്ഥ, ഒരു ഉണങ്ങി വരേണ്ട ഒരവസ്ഥ. നോമ്പുകാലവും അങ്ങനെ തന്നെയാണ്, ഉണങ്ങി വരണ്ടിരിക്കുന്നൊരവസ്ഥയാണ്. അവിടേക്ക് ഈശോയുടെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും വരുമ്പോൾ മാത്രമാണ് തീക്ഷ്ണത നമുക്കുണ്ടാകുന്നത്. ഇദ്ദേഹം ആ പുസ്തകം എടുത്ത് വായിക്കാനിരുന്നു, ഒന്നും തോന്നുന്നില്ല. പുസ്തകം എടുത്ത് എറിഞ്ഞിട്ട് നടക്കാമെന്ന് കരുതി പാതയോരത്തൂടി നടക്കാൻ തുടങ്ങി. അത് റോഡിൻ്റെ വശമാണ്, വണ്ടികളൊക്കെ പോകുന്നൊരു സ്ഥലം. അദ്ദേഹം പതുക്കെ ഒന്നും ചിന്തിക്കാതെ വെറുതെ ഇങ്ങ് നടക്കുകയാണ്. നടക്കുമ്പോൾ കുറച്ചകലെയായി ഒരു മാമ്പഴം വിൽക്കുന്ന ഒരാളെ കണ്ടു. മാങ്ങ റോഡിൻ്റെ സൈഡിൽ ഇരുന്ന്, അപ്പുറത്തെ സൈഡിലിരുന്ന് മാങ്ങ വിൽക്കുന്നു. അച്ഛൻ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് ചെന്നു. അപ്പോൾ ധാരാളം ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. അവരെല്ലാവരും സാമ്പിൾ ഇങ്ങനെ മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം ഇങ്ങനെ മുറിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഒരു കഷ്ണം കൊടുക്കും, എല്ലാവരും അത് മേടിച്ച് കഴിക്കും. അങ്ങനെ അച്ഛനും കൈ നീട്ടി അച്ഛൻ്റെ കൈകളിലേക്കും ഒരു പീസ് വെച്ച് കൊടുത്തു. അദ്ദേഹം അത് തിന്നു. നല്ല മധുരം, നല്ല രുചിയുള്ള മാങ്ങ. അദ്ദേഹം വീണ്ടും കൈ നീട്ടി, വീണ്ടും ആ കച്ചവടക്കാരൻ 2-3 കഷ്ണം വെച്ച് കൊടുത്തു. അതിനുശേഷം അച്ഛൻ അവിടെ ഇരുന്ന ഒരു മാങ്ങയിലേക്ക് കൈ കൊണ്ട് പിടിച്ചു. അതെടുക്കാൻ ശ്രമിച്ചപ്പോൾ കടക്കാരൻ പറഞ്ഞു, ഇപ്പോൾ വരെയുള്ള എല്ലാം സാമ്പിളായിരുന്നു, ഇനി അത് വേണമെങ്കിൽ വില തരണമെന്ന്. അത് വേണമെങ്കിൽ വില തരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഇട്ടു, നിൻ്റെ ജീവിതത്തിൽ നീ വില കൊടുക്കണം ചില കാര്യങ്ങൾക്കെല്ലാം. മാങ്ങ അവിടെ വെച്ചിട്ട് അദ്ദേഹം ഓടി പള്ളിയിലേക്ക്. കമഴ്ന്ന് വീണ് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചു, ദൈവമേ, വിലയുള്ളവനായി നിന്നെ നേടാൻ ഞാനിപ്പോൾ വില കൊടുക്കുന്നില്ലല്ലോ എന്ന്. കാരണം അദ്ദേഹം ഉറക്കത്തിൻ്റെ വില കൊടുക്കാറുണ്ടായിരുന്നില്ല. രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചിരുന്നൊരു വൈദികനായിരുന്നു. അതെല്ലാം മറന്ന് സുഖമായിട്ട് കിടന്നുറങ്ങിയപ്പോൾ, വില കൊടുക്കാതിരുന്നപ്പോൾ വിലയുള്ളവനെ നഷ്ടപ്പെട്ടതായിട്ട് തോന്നാൻ തുടങ്ങി, അനുഭവമില്ലാതെയായി തുടങ്ങി. അദ്ദേഹം അന്ന് തീരുമാനിച്ചു, എൻ്റെ ഉറക്കത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, എൻ്റെ സമയത്തിൻ്റെ, എൻ്റെ ഇഷ്ടങ്ങളുടെ എല്ലാം വില കൊടുക്കുമ്പോൾ എനിക്ക് വിലയുള്ളവനായി ഈശോയെ തിരിച്ചു കിട്ടും. അങ്ങനെയാണ് ആ വൈദികൻ തീക്ഷ്ണത തിരിച്ചെടുത്തത്. നമുക്ക് ഈ നോമ്പ് കാലത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എവിടെയൊക്കെയാണ് ഞാൻ വില കൊടുക്കേണ്ടത്? എന്തിനൊക്കെയാണ് ഞാൻ വില കൊടുക്കേണ്ടത്? എവിടെയൊക്കെ ഞാൻ നഷ്ടപ്പെടുത്തും? എൻ്റെ വില ഞാൻ എവിടെയൊക്കെ കൊടുക്കാതെ പോകുന്നുണ്ട്?
ഞാനും നിങ്ങളും എവിടെയെങ്കിലുമൊക്കെ വില കൊടുക്കാതെ പോകുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം ഈശോ നമുക്ക് നഷ്ടമാവുന്നുണ്ട്. അതിനെയൊന്നും വീണ്ടെടുക്കണ്ടേ? വില കൊടുത്തു തുടങ്ങാം നമുക്ക്. നമ്മുടെ സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നതിൻ്റെ അതുതന്നെയാണ് നോമ്പ് നമ്മോട് ഇന്നും ആവശ്യപ്പെടുന്നത്. വില കൊടുത്ത് വിലയുള്ളവനെ നേടി വിലയുള്ളൊരു ജീവിതമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.